നമുക്ക് സ്വന്തമി സുന്ദരഭൂമി, നമുക്ക് സ്വന്തമി സുന്ദരഭൂമി. സർവണല്ലേ സർവണ പൗർണമി തിങ്കളുമേ തുയിലുണരും വീണയിലയും മലയാണ്മയുടെ കളിയരങ്ങത്തൊരു കവിതാനാളം തെളിയും. മലയാണ്മയുടെ കളിയരങ്ങത്തൊരു കവിതാനാളം തെളിയും. പ്രഭാതഹൃദയാകാശം നിറയെ ഒരു മനം കിരണങ്ങളുണരും. പ്രഭാതഹൃദയാകാശം നിറയെ നടത്തേണ്ടതുണ്ട് എന്നാണ് പുതിയ കാലം നമ്മോട് നാം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്ന നാടൻ കലകളുടെയും ഒരു കാലം അസ്തമിച്ചിട്ടില്ല, അത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു. അവരെ സംഘടിപ്പിക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ ചർച്ചകളിൽ പാടുന്ന എത്രയോ ആളുകളുണ്ട്, അവിടെ ഉപകരണങ്ങൾ വായിക്കുന്ന എത്രയോ വാദ്യ ഉപകരണങ്ങൾ ഉപയോഗിക്കുകയും സ്ഥിരമായി പാടുന്ന കാലഘട്ടത്തെ കലയും സാഹിത്യവും എല്ലാം യാഥാർത്ഥ്യമാണെങ്കിലും അവർക്ക് ഈ സംഘടനയുടെയോ ക്ഷേമതയുടെയോ ഒന്നും ആവശ്യമില്ലാത്ത കാലത്ത് ഇത് ആവശ്യമുള്ളവർ വൈകിയാണ് ഒന്നാമത്തെ ഞാൻ വന്നത്. ഇവരെ ദുർഗതവും ദുരന്തവുമാണ് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈ നമ്മുടെ ജില്ലകളിലെ സംഘടനാ സ്ഥിതിയൊക്കെ ഇല്ല. പൊതുവെ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ആ ഒരു വ്യത്യാസം മണ്വയുടെ പ്രിയപ്പെട്ട സംസ്ഥാന നേതാക്കളായ ശ്രീമതി ജാന കുറിശി, ശ്രീമതി അജിത നമ്പ്യാർ, ശ്രീ ഹരീന്ദ്രനാഥ് ഇയാട്, ശ്രീ ഗിരീഷ് ഇലത്താൽ, കറക്റ്റ് ടൈമിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത സെഷൻ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ ആരാധനായ സംസ്ഥാന പ്രസിഡന്റ് വഹിക്കുന്ന കൊയിലാണ്ടി മേഖലയ്ക്ക് വേണ്ടി പ്രകാശിപ്പിക്കുന്നു. നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ഉദ്ഘാടന സമ്മേളനം അവസാനിച്ചതായി അറിയിക്കുകയാണ്. ശ്രദ്ധിക്കുക. ചേടത്തും ഉണ്ടാവണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. വളരെ പെട്ടെന്ന് സ്ഥലത്ത് പുറത്തൊന്നും നമ്മൾ മാത്രം പോയാൽ മതി. ഉച്ചയ്ക്ക് വിധേയമാക്കണം. ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് മുമ്പ് 2 മേഖലകളെങ്കിലും ചർച്ച ചെയ്ത് 30 തന്നെ കൃത്യമായിട്ട് പോയിട്ടുണ്ട്.
തുടർന്ന് അങ്ങോട്ടും പോകണം. അതിനിടയിൽ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, പ്രിയ കലാകാരന്മാർ, മലയാള കലാകാരന്മാരുടെ കൊടുക്കുന്നതിൽ നേതൃത്വം സഹയാത്രികരായിരുന്ന ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ രംഗങ്ങളിൽ ജനനായകനായ എസ് അക്ഷരപുണ്യം ആയിരത്തിന് മുമ്പേ നമ്മോട് വന്ന കലാഭവൻ നവാസ്. സുശീല ഗോവിന്ദൻ, കുട്ടി ജയകാന്തി, പ്രമീള അനീഷ്, എം ശ്യാമള, പുഷ്പ മയൂരി എന്നിവരെ എന്നീ വനിതാ കലാകാരികളെ ആദരിച്ചു. ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഡോക്ടർ പ്രസാദ് എം അലക്സ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീ വിൽസൺ സാമുവൽ, ജാനമ്മ കുഞ്ഞണ്ണി, മുരളി പഴഞ്ചേരി, മഠത്തിൽ രാജു എന്നിവർ സംസാരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് രാജീവ് മാമുണ്ടയുടെ മാജിക് ഷോയും അനീഷ് മലയങ്കണ്ടി ജനസംഖ്യ ആകർഷിക്കാൻ കഴിഞ്ഞു. പരിപാടി സംഘടിപ്പിക്കേണ്ടായി. അതിലെടുത്തു പറയേണ്ടത് പേരാമ്പ്ര മേഖല ചക്കിട്ടപ്പാറയിൽ അവതരിപ്പിച്ച പരിപാടി. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വിൽസൺ സാമുവൽ, ദേശീയ സംഘടന നന്മ ബാല്യരംഗ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് കഴിഞ്ഞു. അതായത് സംഘാടക മികവിന് കോഴിക്കോടിന്റെ ശിരത്തിൽ പൊൻതൂവലായി ബാലയരങ്ങ് ക്യാമ്പ് മാറി. ഉദ്ഘാടന ചടങ്ങിൽ രമേശ് നായർ, സമാപന ചടങ്ങ് വയലാർപാട് സേവനപ്പാട്ട്, സാഹിത്യം മൈസൂർ എന്നിവർ. ഇതിൽ എടുത്തു പറയുന്ന നയരേഖ, സംഘടന, കലാകാരനും ക്ഷേമ പദ്ധതികളും എന്നീ വിഷയങ്ങളെ സ്വീകരിച്ച് യഥാക്രമം നടന്നതിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു. ജോസ് രവീന്ദ്ര കോഴിക്കോട്, സുരേഷ് കടവൽ, ലതാനാരായണൻ, തുടങ്ങിയ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തു. എടുത്തു പറയട്ടെ, പാലസ്തീൻ ജനത വളരെ പുതിയ കമ്മിറ്റി നിലവിൽ വന്ന ശേഷം ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ച 2 ദിനങ്ങളാണ് ലോക സംഗീത ദിനവും ലോക അനുഭവമായി മാറി. വളരെ ശക്തിയോടുകൂടി മത്സരം നടത്താൻ സാധിച്ചു എന്നത് മത്സരാർത്ഥികൾ സംസ്ഥാന സർഗോത്സവത്തിൽ പങ്കെടുക്കുകയുണ്ടായി. 3 ദിവസം നീണ്ടുനിന്ന കലോത്സവം സമാപിക്കുമ്പോൾ ഇന്റർനാഷണൽ കരാട്ടെ മത്സരത്തിൽ 10ാം വിഭാഗത്തിലെ ഗോൾഡ് മെഡൽ നേടിയത് എൻ്റെ മകനുണ്ടായിരുന്നു. അവനെ ആദരിക്കും. കൂടുതൽ ഊർജ്ജിതമായി പ്രവർത്തിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഒപ്പം കോഴിക്കോട് നഗരവുമായി ബന്ധപ്പെടുന്ന സംസ്ഥാന സെക്രട്ടറി
അംഗങ്ങളെ വായിച്ചു കഴിഞ്ഞു. പുതുമുഖ മേഖല കോഴി എന്ന പേരിൽ അതർത്ഥ പരിപാടിയായിട്ട് അവർ മുന്നോട്ട് പോകുന്നു എന്നതിന് എനിക്കറിയാം. പ്രവർത്തിക്കുന്ന മേഖലകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ മേഖലയോടൊപ്പം എത്താൻ വേണ്ടിയാണ് ഞാൻ തന്നിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ആരും നിർജ്ജീവമായി പ്രവർത്തിക്കുന്നവർ നിർജ്ജീവമായ അവസ്ഥയിൽ ചെളന്നൂർ മേഖലയിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അവിടെ നമ്മുടെ ഈ KT പിന്നെ ഒരു കാലത്ത് പ്രതാപം ഇപ്പോഴുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നേ ഞാൻ പറയുള്ളൂ. എന്ന് വെച്ച് ഞാൻ എൻ്റെ പറഞ്ഞ പോലെ ഒന്നും ചെയ്യുന്നില്ല എന്നല്ല, പ്രവർത്തിക്കുന്നുണ്ട്. അത് വരുന്ന ആളുകളിൽ വീണ്ടും പിന്നെ നമ്മൾ വിവിധ ഘട്ടങ്ങളിൽ ട്രീറ്റ്മെന്റ് അലവൻസ് കളക്ട് ചെയ്ത പണം അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. വിജയൻ കാരന്തൂരിന് 75,000 രൂപ, വിജയൻ മലാപ്പറമ്പ് 77,000 നമ്മുടെ ഈ ചികിത്സാ ചെലവിലേക്ക് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വയനാട് റിലീഫ് ഫണ്ട് ഫുഡ് തരും. ഗുളിക കഴിക്കുന്ന ആളുകൾ അങ്ങനെ എന്തെങ്കിലും പ്രയാസമുള്ള ആളുകളുണ്ടെങ്കിൽ ദയവായി പറയണം. അവരെല്ലാവരും കൃത്യമായിട്ട് വന്നോളണം. വടകര പയ്യോളി കാട്ടൊരു അങ്ങനെ 2 മണിയാകുമ്പോഴേക്കും എന്നോട് സംസാരിച്ചു. പരിപാടികൾ പല മേഖലകളിൽ വെച്ച് നടത്തപ്പെട്ടിട്ടുണ്ട്.